ഗൺവാർഫ് ക്വീസിലുള്ള നമ്മുടെ വാക്കിംഗ് ടൂറിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് കണ്ടിന്യൂ ആണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് UK സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം വാങ്ങാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് M&S. എന്താണ് ഇത് M&Sന്റെ ഔട്ട്ലെറ്റ് ഷോറൂമാണ്. അപ്പോൾ ഈ സെയിം പീസ് ഇത് 19.5 പൗണ്ടാണ്. പക്ഷേ M&Sന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇത് 12.5. ഭയങ്കര ഓഫറാണ് കേട്ടോ. ഈ ഡ്രസ്സ് തന്നെ 22.5 പൗണ്ടാണ് ഒറിജിനൽ റേറ്റ്. പക്ഷേ ഇന്ന് ഇതിപ്പോൾ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ 14. ഈ ഒരു ഓഫറിലൊന്നും വേറെ ഒരിടത്തും അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാം അങ്ങനെയല്ല. M&Sന്റെ ഔട്ട്ലെറ്റ് പ്രൈസ് പ്രത്യേകം ഉണ്ട്. ഇതുണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 50% ഓഫറാണ് എല്ലാ സാധനങ്ങൾക്കും. അതായത് ഒറിജിനൽ പ്രൈസിൽ നിന്ന് 50% ഓഫറാണ് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ. പക്ഷേ നോർമൽ M&S ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഈ ഓഫർ കിട്ടത്തില്ല. ഔട്ട്ലെറ്റിൽ തന്നെ പോകും. അതെ. എത്ര റേറ്റ്? 45 പൗണ്ടിൻ്റെ സാധനമാണ്. 29 പൗണ്ടാണ് ഔട്ട്ലെറ്റ് പ്രൈസ്. ഭയങ്കര ഓഫറാണ്. ഇതെല്ലാം ഓഫീസ് സ്യൂട്ട്സ് ആണ്, ഒഫീഷ്യൽ വെയേഴ്സ് ആണ് ഇതെല്ലാം. ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് അല്ലേ? കളക്ഷൻസ് ഉണ്ട്. ഇത് ലേഡീസിന്റെ ജാക്കറ്റ് സെക്ഷനാണ്. ഇതുണ്ടോ, 34 പൗണ്ട്. ശരിക്കും നല്ല ചീപ്പാണ്. നോർമലി നമുക്ക് ഈ പ്രൈസിനൊന്നും കിട്ടാറില്ല. പിന്നെ ഇപ്പം സമ്മർ ആയതുകൂടെ കൊണ്ടായിരിക്കാം മാക്സിമം പ്രൈസ് കുറവ് തന്നെയാണ്. ഇതൊക്കെ എങ്ങനെയാണ് പ്രൈസ്? അഫോർഡബിൾ ആണ്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഇല്ല, ഇത് ഓഫർ പ്രൈസ് ആണ്. അല്ല, ഇത് ഈ ഒരു ടാഗ് നോക്കിയാൽ മതി. ഇത് ഔട്ട്ലെറ്റ് പ്രൈസ് ആണ്. ഇത് ഇവിടുത്തെ ഓഫീസ് വെയർ ആണ്. അപ്പോൾ ഇത് ഇവിടുത്തെ റേറ്റ് വരുന്നത് 125 പൗണ്ടാണ്. 125 പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 12,500 രൂപയുടെ സാധനമാണ്. അതിവിടെ ഔട്ട്ലെറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 87 പൗണ്ടാണ്. ഒരു 8,700 ആ ഒരു റേഞ്ചിന് നമുക്ക് ഓഫർ കഴിയുമ്പോൾ നമുക്ക് ഈ സാധനം വാങ്ങിക്കാം. അല്ല, ഇത് കാണുമ്പോഴേ നമ്മൾ സാധാരണക്കാർക്കൊന്നും ഇതിന് ഇത്രയ്ക്ക് വില കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നും. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പല സാധനങ്ങൾ വരുന്നത് ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഇത്രയും പൈസ കൊടുക്കണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഇത് ജമ്പേഴ്സിൻ്റെ സെക്ഷനാണ്. ഇത് ഓഫറാണ്. 2 എണ്ണം 20 പൗണ്ട്. നല്ല അത്യാവശ്യം നല്ല മെറ്റീരിയലാണ്. എല്ലാ ഷെയ്ഡ്സും. ഇതുണ്ടോ, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം മെയ്ഡ് ഇൻ ബംഗ്ലാദേശാണ്. അപ്പോൾ ഇവിടെ അധികം വരുന്നത് ബംഗ്ലാദേശ്, ഇന്ത്യ, അങ്ങനെ നമ്മുടെ സ്ഥലത്ത് നിന്ന് വരുന്ന സാധനങ്ങൾ തന്നെയാണ്. നല്ല ക്വാളിറ്റി സാധനമായിരിക്കും. ആ ഒരു പ്രത്യേകത ഉണ്ടാവും. ഇത് ജെൻസിൻ്റെ സെക്ഷനാണ്. കോട്ടൺ ഷർട്ട്, ഹാഫ് ജാക്കറ്റ്, ജീൻസ്, അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട്. ഇതിന് 27 പൗണ്ടാണ്. സമ്മറായി കഴിഞ്ഞാൽ അധികം വരുന്നത് കോട്ടൺ സാധനങ്ങളാണ്. അപ്പോൾ ടീഷർട്ടായാലും ഷർട്ടായാലും എന്ത് തന്നെയായാലും കോട്ടൺ തുണിയൊക്കെയാണ് ഇവിടെ സമ്മറിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്.
ഷർട്ടുകളുടെ സെക്ഷനാണ്. 34 പൗണ്ടാണ്. ഇത് ആക്റ്റീവ് വെയർസാണ്. 10 പൗണ്ടാണ് വില. നമ്മൾ ജിമ്മിലൊക്കെ ഇടുന്ന ടൈപ്പ് ഡ്രസ്സാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ അങ്ങനെ ഭയങ്കരപ്പെട്ട കോൺട്രാസ്റ്റിലുള്ള കളേഴ്സൊന്നുമില്ല. എന്തായി, ഒന്ന് വീട്ടിൽ പോകാൻ പറ്റുമോ? ഇത് കുട്ടികളുടെ ഇത് കൊച്ചു കുട്ടികളുടെ ഷോപ്പിംഗ് സെക്ഷനാണ്. കുട്ടികളുടെ റെയിൻ കോട്ട് പോലത്തെ. എത്ര രൂപ? ഇത് 26 പൗണ്ട്, 2600 രൂപയാണ്. പക്ഷെ ഇത് 6 തൊട്ട് 7 വയസ്സിന് കണക്കാക്കിയുള്ളതാണ്. നല്ല ക്വാളിറ്റിയാണ്, കണ്ടറിയാം. റെയിൻ കോട്ടാണ്. പിന്നെ നമ്മൾ നമ്മൂസിന്റെ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ടൈപ്പായിരുന്നു. ഇവിടെ ഈ ഡ്രസ്സിങ് ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് ഒരുപാട് വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒന്നും കാണാൻ കഴിയില്ല. കൂടുതലും പെൺകുട്ടികളെന്ന് പറയുമ്പോൾ വൈറ്റും പിങ്ക് ഷെയ്ഡ്സും ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പുറത്ത് ബോയ്സിൻ്റെ ഷെയ്ഡാണ്, അത് കൂടുതലും ബ്ലാക്ക് അതുപോലെ ബ്ലൂസ് ഒക്കെ ആയിരിക്കും. ഇത് ഹൗസ് ഹോൾഡ് ഐറ്റംസിൻ്റെ ഒരു സെക്ഷനാണ്. നമ്മൾ നാട്ടിലെ വിലയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വില കൂടുതൽ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു വില വെച്ച്, അതായത് ബാക്കിയുള്ള കടകളുമായിട്ട് കമ്പയർ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ M&S പോലെയുള്ള കടകൾ നമുക്ക് അഫോർഡബിൾ ആണ്. ഇത് ഹാൻഡ് വാഷിൻ്റെയും സ്പ്രേയുടെയൊക്കെ സെക്ഷനാണ്. ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട്. ഇതൊക്കെ ടീഷർട്ട് സെക്ഷൻസ് ആണ്. ഇതൊക്കെ 4.5 പൗണ്ട്, ഏതാണ്ട് നമ്മുടെ നാട്ടിലെ ഒരു 400 ആ ഒരു റേഞ്ചിനൊക്കെ ഉള്ളതാണ് ഇതെല്ലാം. ഇതൊക്കെ ഷോർട്ട്സ് എല്ലാം ഇപ്പോൾ ഓഫറിന് കിടക്കുവാണ്. കാരണം ഇപ്പോൾ സമ്മർ തീരാറായില്ലേ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ 500 രൂപയാണ്, ഏതാണ്ട് 4.99. Yeah, hot. You going for this one? Yeah. ഞാൻ വിചാരിച്ചു വേറെ ഏതോ യൂട്യൂബറാണ്.